വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാട്ടോ ഇന്ന് സാധിച്ചത്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ എൻ്റെ ചേച്ചിയുടെ കടയുടെ ഇനോഗ്രേഷനാണ്. അപ്പോൾ ഒരുപാട് നാളായിട്ട് അവളുടെ വലിയൊരു സ്വപ്നമായിരുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണൂർ നമ്മുടെ മേലെ ചുവക്കുന്ന് മുണ്ടിയാടേക്ക് പോകുന്ന എയർപോർട്ട് റോഡിനാണ് കേട്ടോ സംഭവം ഉള്ളത്. അപ്പോൾ നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ യൂട്യൂബറായ നമ്മുടെ അക്ഷയ് കാപ്പാടനും പിന്നെ ഞങ്ങളുടെ കണ്ണൂർ മേയർ കേട്ടോ ഇനോഗ്രേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അക്ഷയ് നേരത്തെ തന്നെ എത്തി, മേയറിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എന്താ പറയുക, ഈ കടയുടെ ചെറിയൊരു എന്താ പറയുക ഉൾവശം ഞാൻ ചെറുങ്ങനെ ഒന്ന് കാണിച്ചാൽ ഡീറ്റെയിൽ വീഡിയോസ് ഞാൻ പിന്നെ ഇടാം കേട്ടോ. ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം വരാൻ താല്പര്യമുള്ള ആൾ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചിട്ട് ബുക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഉൾവശത്തൊന്ന് കാണിച്ചതാണ്. ഒരുപാട് എന്താ പറയണ്ടേ, സ്വപ്നങ്ങളും ആഗ്രഹങ്ങളായിരുന്നു സ്വന്തമായിട്ടൊരു പാർലർ വേണമെന്നുള്ള ചേച്ചിയുടെ. അപ്പോൾ എൻ്റെ കല്യാണത്തിൻ്റെ ടൈം തന്നെ ചേച്ചി അന്നേരത്തെ പഠിച്ചായിരുന്നു കുറച്ചൊക്കെ അന്നപ്പോൾ. എൻ്റെ ഒരു കല്യാണത്തിൻ്റെ ടൈം ചേച്ചിയാട്ടെ എനിക്ക് എല്ലാം എന്താ പറയണ്ടേ ഹെയർ ആയാലും ഫേസ് ആയാലും ഒക്കെ അവളായിരുന്നു എനിക്ക് ചെയ്തു തന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാരാ ചെയ്തതെന്ന്. അപ്പോൾ ഞാൻ അത്രക്ക് ആ സമയത്ത് ഒരു അഭിമാനത്തോടെ പറഞ്ഞത് എൻ്റെ ചേച്ചി ചെയ്തു തന്ന മേക്കപ്പാണ്, എൻ്റെ ചേച്ചിയായിരുന്നു എന്നെ കല്യാണത്തിന് ഒരുക്കി തന്നത്, അവൾ ഒറ്റക്കായിരുന്നു എല്ലാം ചെയ്തു തന്നത്. അപ്പോൾ എല്ലാവരോടും ചോദിക്കും ചേച്ചി ബ്യൂട്ടീഷ്യൻ ആണെങ്കിൽ എന്തുകൊണ്ടൊരു പാർലർ ഇട്ടുകൂടാ, അവളെന്താ ഒരു പാർലർ സ്റ്റാർട്ട് ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കാൻ. സംഭവം അവൾ പഠിച്ചത് അക്കൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവൾ ആ വഴിക്കായിരുന്നു പോയിക്കണം. പിന്നെ അവളുടെ ഒരു പാഷനായിരുന്നു സ്വന്തമായിട്ടൊരു പാർലർ, അങ്ങനെയൊക്കെ അവൾക്ക് ഭയങ്കര താല്പര്യമായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ അന്നേരത്തെ നമ്മുടെ ഇതിൽ നമുക്ക് ചേച്ചിക്ക് മുന്നോട്ടേക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് അവളെ സ്വപ്നം സാധിച്ചു എന്ന് വേണം എനിക്ക് പറയാം കേട്ടോ. അപ്പോൾ മേയർ വരേണ്ട ടൈമായി.